ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഹരികൃഷ്ണ സാറാണ്. നമസ്കാരം സർ. താങ്ക് യു സർ. സർ, നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അക്യൂട്ട് സ്ട്രോക്ക് അല്ലെ സ്ട്രോക്കിനെ കുറിച്ചുള്ള സംശയങ്ങളെ കുറിച്ചാണല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ സർ, എന്താണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്? ജസ്റ്റ് എന്തായിരിക്കും? എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ രക്തയോട്ടം നിലയ്ക്കുന്നതിനാണ് നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൽ സംഭവിക്കുന്നത് നമ്മൾ രക്തയോട്ടം നിലയ്ക്കുന്ന സമയത്ത് തലച്ചോറിനുള്ളിലേക്ക് ഓക്സിജനോ അത് കണക്ക് ന്യൂട്രിയൻസോ എത്തില്ല. അപ്പം തലച്ചോറിനുള്ളിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. ഇതാണ് നമ്മൾ സ്ട്രോക്ക് കൊണ്ട് ഉണ്ടാവുന്ന സ്ട്രോക്കിന്റെ ഒരു എന്താണെന്നുള്ളത് ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, തലച്ചോറിന്റെ കോശങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾ പോലും ഓക്സിജനോ ഗ്ലൂക്കോസോ എത്താതെ നിലനിൽക്കാൻ കഴിയില്ല. അപ്പം ആ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആ ഒരു ടൈം അത്രയും സമയത്തേക്ക് നമുക്ക് ഏതെങ്കിലും മിനിറ്റുകൾ നിന്നാൽ പോലും അവിടെ രക്തകോശങ്ങൾക്ക് മരണം സംഭവിക്കാം. ചുരുക്കത്തിൽ നമ്മൾ ഇതിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഉണ്ടാവുന്ന അടവ്, അതിനെ തുടർന്നിട്ട് ഇങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടിയതിനു ശേഷം ബ്ലീഡിങ് ഉണ്ടാവുക. അത് ആദ്യം പറഞ്ഞതിന് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്നും രണ്ടാമത്തതിന് ഹെമറാജിക് എന്നും പറയും. നമുക്ക് ശ്രോതാക്കൾ ലൈനിൽ നോക്കാം. ഹലോ ഹലോ, കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. ഡോക്ടറെ, ഞാൻ പറഞ്ഞോളൂ. ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തൊരു വ്യക്തിയാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 61 വയസ്സായി. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് 1.5 വർഷം ആവാറായിട്ടുണ്ട്. 1.5 വർഷം ആവാറായി. 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ചിത്രയിലാണ് ചെയ്തത്. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് തലയ്ക്കകത്ത് ഒരു കഫക്കെട്ടൽ വന്നായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ നീട്ടി എടുക്കുമ്പം കഫം ഇളകി വരും. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദനയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് രാവിലെ ആകുമ്പം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങും. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. ഇതെല്ലാം സ്ട്രോക്കിന്റെ. എത്ര ദിവസങ്ങളായി ഇതിപ്പോ തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു 2 ആഴ്ച കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ജലദോഷം അങ്ങനെ ഉണ്ടോ? മൂക്കടപ്പ് അങ്ങനെ ഉണ്ടോ? കൂട്ടത്തിൽ മൂക്കടപ്പൊന്നുമില്ല. പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല, പനിയൊന്നുമില്ല. തലവേദന ചെറിയ രീതിയിലാണോ വലിയ ശക്തമായ തലവേദന ഉണ്ടോ? ഇല്ല, ചെറിയ രീതിയിൽ. നമുക്ക് കുറച്ചേരം നിൽക്കും. അത് ഉച്ചവരൊക്കെ നിൽക്കും. ഇത് സ്ട്രോക്കിന്റെ ലക്ഷണം പ്രഥമദൃഷ്ടി അങ്ങനെ തോന്നുന്നില്ല. അതിന്റെ ഒരു സാധാരണ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ലക്ഷണങ്ങൾ വരുമ്പം കൈകാലുകൾക്ക് തളർച്ചയോ സംസാരത്തിന് കുഴച്ചിലോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള ഇംബാലൻസോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇത് നമുക്ക് തലവേദന എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്താൽ മതിയാകും. പിന്നെ ചെറിയ രീതിയിലുള്ള തലവേദനയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് അല്ലാത്ത സ്ട്രോക്ക് അല്ലാത്ത തരം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാം. നമ്മൾ പറയുന്ന ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തലവേദന വരാം. അത് നിങ്ങൾക്ക് അടുത്തൊരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയോ കാണിച്ചിട്ട് അതിന്റെ ചികിത്സ എടുക്കാം. ഇതെന്തായാലും സ്ട്രോക്കിന്റെ ഒരു ലക്ഷണത്തിൽ പെടുന്നതല്ല. വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വീണ്ടും ഒരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്? ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് കുറെ നാളുകളായിട്ട് ഈ വലത്തുവശത്തെ കാലില് 5ാമത്തെ നരമ്പിന് കേടാണെന്ന് MRI സ്കാൻ എടുത്തപ്പം ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞു. അത് പ്രകാരം ഞാൻ 1 വർഷം മരുന്ന് കഴിച്ചു. പിന്നീട് ഒരു 3 ആഴ്ചക്ക് മുമ്പ് മെഡിസിറ്റിയിലെ ഡോക്ടർ അഖിൽ സുനിൽ പറഞ്ഞു. ഞാൻ ഇതുപോലെ ഫോണിൽ വിളിച്ചപ്പം ഞാൻ കാര്യം പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞ ആഴ്ച പോയി. നടക്കാൻ വയ്യെങ്കിലും പോയി. അപ്പൊ ഡോക്ടർ പറയുന്നത് ഇനി 1 MRI സ്കാൻ എടുക്കണമെന്ന്. എവിടുത്തെ പറഞ്ഞു? MRI നടുവിന്റെ MRI ആണോ എടുക്കാൻ പറഞ്ഞ? അല്ല, എനിക്ക് ഞരമ്പിന് 5ാമത്തെ ഞരമ്പിനാ. MRI ഏത് ഭാഗത്താണെന്ന് ഡോക്ടർ പറഞ്ഞു എടുക്കേണ്ടത്? അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നോ? ഈ ഞരമ്പ് വേദന 5ാമത്തെ ഞരമ്പിന് കേടാണെന്ന് ശ്രീകുമാർ ഡോക്ടർ പറഞ്ഞു. ശരി അമ്മ, ശരി, മനസ്സിലായി. അപ്പം 2ാമത് ഒന്നുകൂടെ MRI എടുക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു അല്ലേ?
ആവശ്യപ്പെടാനോ MRIക്ക് എത്ര പൈസ വേണം എപ്പോഴും എടുക്കാൻ? ശരി, ഈ വേദന മാത്രമേ ഉള്ളോ, വേറെ എന്തെങ്കിലും ബലക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, വേദന കുറെ നാളുകളായിട്ടുള്ളതാണോ? കൊറേ നാളുകൾ ഞാൻ വേദനയുടെ ഗുളിക കഴിച്ചാ നിക്കുന്നേ. ശരി, നടുവേദനയായിട്ടുണ്ടോ? അങ്ങനൊന്നും ഇല്ല. കാലിന്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ വേദന? ഈ ഞരമ്പിന്, കാലിന്റെ ഞരമ്പ്. ഓ, മനസ്സിലായി. ഇത് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രോക്കിനെ കുറിച്ചാണ് അമ്മ. അതിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷണമല്ല അമ്മ പറഞ്ഞത്. ഇത് മിക്കവാറും ഞാൻ കണ്ടാലേ എനിക്ക് കൂടുതൽ കൃത്യമായി പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം മറ്റേ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മിക്കവാറും കാലിലോട്ട് നടുവിൽ നിന്ന് വരുന്ന ഞരമ്പുകൾക്ക് ഞെരുക്കം ഉണ്ടാവും. ഡിസ്കിന്റെ പ്രോബ്ലം ആയിരിക്കും. അത് കൂടി എന്ന് കരുതിയായിരിക്കണം. അത് അറിയാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഡോക്ടർ MRI ആവശ്യപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ അത് ചികിത്സിക്കാം. അത് അമ്മ ഒന്നെങ്കിൽ റെസ്റ്റ് എടുത്ത് മെഡിസിൻ കഴിച്ച് നമുക്ക് ചികിത്സിക്കാം. അതിൽ നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ MRI എടുത്ത് നോക്കേണ്ടി വരും അമ്മ. കാര്യം അതുണ്ടെങ്കിൽ ചിലപ്പം കൂടുതലായിട്ടുണ്ട്, നമുക്ക് റിലീഫ് കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് ചെറിയൊരു സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അതിനായിരിക്കാം, അത് തീരുമാനം എടുക്കാനായിരിക്കാം ആ ഡോക്ടർ നമ്മളെ MRI നിർദ്ദേശിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല, എങ്കിലും ഞരമ്പ് സംബന്ധമായിട്ടുള്ള തന്നെ അസുഖമാണ്. അപ്പം ഇതിന് ഇപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു 3 മാസം മെഡിസിനും വിത്ത് റെസ്റ്റ് എടുത്ത് നോക്കണം. എന്നിട്ട് മാറ്റമില്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ന്യൂറോ സർജനെയും കൂടെ കാണിച്ചിട്ട് ഓപ്പറേഷൻ, സർജറി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, സർജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത്. സർജറി ചെയ്താലേ ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞ അമ്മ സർജറി ചെയ്ത സക്സസ് ആവത്തില്ല. അത് പിന്നീടുള്ള കാര്യമാണ്. ആദ്യത്തെ സമയങ്ങളിൽ നമുക്കൊരു 3-4 മാസം മെഡിസിനും റെസ്റ്റും എടുത്ത് വെയിറ്റ് ചെയ്യാൻ നോക്കാവുന്നതാണ്. പിന്നെ സ്കാനിന്റെ കാര്യം നിങ്ങൾ പറയുന്ന ഡോക്ടർ നിർദ്ദേശപ്രകാരം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് നോക്കണം. അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഒരു കാരണത്താലാണ് പറയുന്നത്. അതായത് അന്നത്തെങ്കിലും മോശമായിട്ടുണ്ടോ, പ്രശ്നം കൂടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ് അവരത് ആവശ്യപ്പെടുന്നത്. ശരി അമ്മ, ശരി. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ആരാന്ന് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ സാർ. പറഞ്ഞോളൂ. ഹലോ, പറയൂ. ഞാൻ മനോഹരൻ ചാത്തൂരിൽ വിളിക്കുന്നത്. സ്ട്രോക്ക് പേഷ്യന്റ് ആണ്. 6 വർഷമായി സ്ട്രോക്ക് വന്നിട്ട്. 6 വർഷമായി. പറയൂ. വലത്ത് സൈഡ് തളർന്നു പോയത്. ഇപ്പൊ അത് മാറ്റമായിട്ടുണ്ട്. അതെ, പറഞ്ഞോളൂ. ഷുഗറും പ്രഷറും ഒക്കെ എനിക്ക് കൂടുതലുണ്ടായിരുന്നു. ഇപ്പം എല്ലാം നോർമലാണ്. എല്ലാം നിയന്ത്രണത്തിലാണ്. അതെ, പറയൂ. എല്ലാം നിയന്ത്രണത്തിലാണ്, ഒരു പ്രശ്നമില്ല. തളർച്ച ഇപ്പം പൂർണ്ണമായിട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? പൂർണ്ണമായിട്ട് ശരിയായിട്ടുണ്ടോ? പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. ഇടയ്ക്ക് നടക്കുമ്പം ഒരു അൺബാലൻസ് ആവും. അങ്ങനല്ല, മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ESL ശ്യാം ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. ശ്യാം ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് ഇതുവരെ അതിന് പകരം ആള് വന്നിട്ടില്ല. ഓക്കെ, മനസ്സിലായി. ഇപ്പം മരുന്നുകൾ തുടരുന്നുണ്ടല്ലോ അല്ലേ? വീണ്ടും മരുന്നുകളെല്ലാം തുടരുന്നുണ്ട്. ഞാനിപ്പം ഇവിടെ സർക്കാർ ഹോസ്പിറ്റലിൽ അത് അവിടെ എഴുതുന്ന കാണിച്ച് മരുന്ന് വാങ്ങുക, കഴിക്കുന്നുണ്ട്. പിന്നീട് ഒരു തവണയല്ലേ വന്നിട്ടുള്ളൂ, പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ ഇപ്പം ഉള്ളത് അന്ന് വന്ന സ്ട്രോക്കിന്റെ ചിലപ്പോ ഒരു സെക്കല് കുറച്ച് ബാക്കി നിൽക്കുന്നതാകാം. അത് ചിലപ്പം ചിലരില് കുറച്ചു നാളിങ്ങനെ ഇത് തുടർന്ന് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നീണ്ടു നിൽക്കാം. അതില് പേടിക്കേണ്ട ആവശ്യമില്ല. ചെറുത്. ഓക്കെ. ചിലപ്പോ അത് അന്ന് വന്നതിന്റെ ഒരു ബാക്കി നിൽക്കുന്നതാകാം. ചിലപ്പോ അല്ലെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും, ഇപ്പം തലച്ചോറിന് തന്നെ ആവണമെന്നില്ല, ചിലപ്പോ ഇയർ ബാലൻസിന്റെ ഇഷ്യൂ ആകാം. ശ്യാം ഡോക്ടർ പറഞ്ഞ് തലച്ചോറിൽ 2 വെയിനിൽ ചില കംപ്ലൈന്റ് ഉണ്ട്, മരുന്ന് കഴിച്ചാൽ മാറും പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് മെഡിസിൻസ് കഴിക്കുന്നുണ്ട് ഇപ്പം? വീണ്ടും ക്ലോട്ട് വരാതിരിക്കാനുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ടല്ലോ? അതും എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ഇപ്പം സേഫ് ആണ്. കാര്യം വീണ്ടും വരാതിരിക്കാനുള്ള മെഡിസിൻ എടുക്കുന്നുണ്ട്. പിന്നെ ബിപിയും ഷുഗർ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം കൺട്രോൾഡ് ആണ്. പിന്നെ അപ്പം ഇത് ചികിത്സ ഫോളോ അപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം നമുക്ക് അടുത്തുള്ള ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യനെയോ കാണിക്കാം. ആരാണ് അക്സസിബിൾ ഉള്ളത് അവരെ കാണിച്ച് ജസ്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് മെഡിസിൻസ് എടുക്കുക. പിന്നെ ബലക്കുറവൊന്നും കാര്യമായിട്ടില്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഇനി തുടരണ്ട. വീട്ടിലുള്ള സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ, ഒരു നടക്കാൻ പോവുക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും വിത്ത് ആ ഒരു ഇടയ്ക്കുള്ളൊരു ഫോളോ അപ്പും മെഡിസിൻസ് മുടക്കാതെ കണ്ടിന്യൂ ചെയ്യുക. അത്രേ ഇപ്പം ആവശ്യമുള്ളൂ. ഞാൻ കിംസ് ഹോസ്പിറ്റലാണ്, കൊട്ടിയത്ത്. അതെ. ഞാൻ മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ വന്നാൽ കാണാൻ പറ്റും. രാവിലെ വന്നാൽ കാണാൻ പറ്റും.
ശരി, ഞാൻ നേരിട്ട് കാണാൻ ശ്രമിക്കാം സാർ. ഓ ശരി ശരി ശരി. ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും ഒരു കോളർ കൂടിയുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ കൊല്ലം പള്ളിക്കന്ന് വിളിക്കാം. നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. എന്റെ ഫാദറിന്റെ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. ഫാദറിന് ഇപ്പം 67 വയസ്സുണ്ട്. ഒരു 3 കൊല്ലം മുമ്പ് ഞങ്ങൾക്കൊരു സ്ട്രോക്ക് വന്നിരുന്നു. 3 വർഷം മുന്നേ? അങ്ങനെ 3 വർഷം മുമ്പ്. അതെ അതെ. ESIയിലായിരുന്നു. നേരത്തെ കൂട്ടർ വിളിച്ച പോലെ ശ്യാം ഡോക്ടറൊക്കെ ഇല്ലായിരുന്നു ട്രീറ്റ്മെന്റ്. മനസ്സിലായി. അന്നേരം അതൊക്കെ ട്രീറ്റ്മെന്റ് ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം സാറിനെ കറക്റ്റായിട്ട് ഫോളോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആസ്പിരിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കഴിക്കുന്നുണ്ട്. എന്റെ ഡൗട്ട് ഇനി നമുക്കത് എത്ര എങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, എങ്ങനെയാണ് ഇതിന്റെ ഫർദർ ട്രീറ്റ്മെന്റ്, എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയാം. ഇത് ഒരു തവണ ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ടുള്ളൂ? അതെ, ഒരു തവണ വന്നിട്ടുണ്ട്. അന്ന് തളർച്ച ഉണ്ടായിരുന്നോ? തളർച്ച ഒരു സൈഡ് ആയിട്ടില്ല. ഒരു സൈഡ് ഒരു 5 ദിവസം വരെ ചെറിയൊരു തളർച്ച ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തനിയെ ഒരു മാസം കൊണ്ടൊക്കെ തനിയെ പിക്കപ്പായി. ഓക്കെ, അപ്പൊ അതൊരു മൈനർ സ്ട്രോക്ക് ആയിരിക്കാം. നിങ്ങൾ പറയുന്ന വെച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇപ്പൊ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതില് നമുക്ക് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ തന്നെയാണ് ഇതേ മെക്കാനിസമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ എപ്പോഴും ഇപ്പൊ നിങ്ങളുടെ സമയത്തോളം അക്യൂട്ട് ഫേസ് കഴിഞ്ഞു. ഇപ്പം ഇതാണ് ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരാതിരിക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളിപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ആസ്പിരിൻ എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഈ സെക്കൻഡറി പ്രൊഫൈലാക്സ് എന്ന് പറയും. ഇത് നമ്മൾ തുടരുക എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ലൈഫിൽ മൊത്തം ഒരു തവണ വരുന്നവർക്ക് എപ്പോഴും റിസ്ക് ഉണ്ട് വീണ്ടും വരാനായിട്ട്. അത് പക്ഷെ കാലം ചെല്ലുന്തോറും ആ റിസ്ക് കുറഞ്ഞു വരും. അപ്പം നമ്മളെപ്പോഴും ചെറിയൊരു ഡോസിലെങ്കിലും ആസ്പിരിനോ അങ്ങനത്തെ ആ മെഡിസിൻ നമ്മൾ തുടരും. വളരെ ചെറിയ ഡോസിലെങ്കിലും നമ്മൾ അത് കുറച്ച് ലൈഫ് ലോങ് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. ഞാൻ ചോദിക്കാൻ കാര്യം സാറേ, ഈ അടുത്ത സമയത്ത് കാലൊന്ന് മുറിഞ്ഞിരുന്നു. അന്നേരം ഈ മുറിഞ്ഞ സമയത്ത് ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട് അകത്ത്. ബ്ലീഡിംഗ് ഉണ്ടായോ? ഉണ്ടായി. നിക്കാതിരുന്നിട്ടില്ല, നിന്നു. അന്നേരം അതിനോട് ബന്ധപ്പെട്ട് ഒരു 3-4 ദിവസം ആസ്പിരിൻ കഴിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ എന്തെങ്കിലും സർജറി അല്ലെങ്കിൽ മൈനർ പ്രൊസീജിയേഴ്സ് ഇതുപോലെ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അതൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം കാണിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇത് കഴിയുന്നത് വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അതൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ഡോസിൽ നമ്മൾ തുടരുന്നത് തന്നെയാണ് എപ്പോഴും നമുക്ക് നല്ലത്. വീണ്ടും വരാതിരിക്കാനായിട്ട് അതാണ് ഏറ്റവും നല്ല മാർഗം. ശരി. നിരവധി ശ്രോതാക്കൾ വിളിച്ചുകൊണ്ടേയിരിക്കാൻ നമുക്കൊരു കോളിലേക്ക് കൂടി പോകാം. ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ. എനിക്കൊരു പ്രശ്നമുള്ളത്, എന്റെ തലയ്ക്കകത്തൊരു മൂളൽ പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കുറച്ചു കാലമായിട്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്താണ് എന്റെ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എത്ര വയസ്സുണ്ട്? 83. ഈ മൂളല് പോലെ എല്ലായ്പ്പോഴും ഉണ്ടോ അതോ ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ? എല്ലായ്പ്പോഴും ഉള്ളത് പോലെ തോന്നുന്നു. മൂളല് പോലെ തോന്നുന്നുണ്ട്. ചെവിയിലായിട്ടാണോ തോന്നുന്നത് അതോ തലയുടെ തലയ്ക്കകത്തുള്ള നമ്മൾ ചെവിയിലോട്ട് ഫീൽ ചെയ്യുകയാണ്? തലവേദന ഉണ്ടോ? തലവേദനയില്ല. വേറെ കേൾവിക്കുറവ്, ചെവി ഊതി അടയ്ക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും? അങ്ങനൊന്നുമില്ല. ഇത് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്ട്രോക്കിനെ കുറിച്ചാണ്. ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ പറയുന്നിടത്തോളം ഇത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ടിനിറ്റസ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. അത് ഒരു ഇയർ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടാണ് യൂഷ്വലി വരുന്നത്. ചെവിയുടെ പ്രോബ്ലം വരുമ്പോഴാണ് ഈ ഒരു ടിനിറ്റസ് എന്നുള്ള ഈ ഒരു നിങ്ങൾ പറഞ്ഞ അസുഖം ഉണ്ടാവുന്നത്. അത് നിങ്ങൾ ആദ്യം ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് ഹിയറിംഗ് നോക്കണം. ഹിയറിംഗ് നോക്കിയതിന് ശേഷം വേണം അത് നമ്മൾ അവർ ആവശ്യമുണ്ടെങ്കിൽ വേറെ ന്യൂറോളജി അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യനെ കാണിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടും. ആദ്യം നിങ്ങളൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് ഹിയറിംഗ് ഒന്ന് ചെക്ക് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഒരു അഡ്വൈസ് എടുക്കുകയും വേണം. വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. സർ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് 2 തരം സ്ട്രോക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. സർ, ഇപ്പം നമുക്കിപ്പം ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പൊതുവെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ലക്ഷണങ്ങൾ നമ്മൾ സാധാരണയായിട്ട് അതിനൊരു പറയുന്നത് നമ്മൾ ഫാസ്റ്റ് എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും പിക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന സിംറ്റംസ് ആണ്. ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു
ഇതായിട്ട് പറയുന്നതാണ്. ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യം എഫ് എന്ന് പറയുന്ന ഫേസിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഒന്ന് പ്രധാനമായിട്ട് ഫേസ് ഡ്രൂപ്പ് ചെയ്യുക, ഒരു സൈഡിലേക്ക് ചുണ്ട് കൂടുക, അല്ലെങ്കിൽ ഒരു ഫേസിന്റെ ഒരു വശത്തേക്ക് കോടൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. ഇത് നമുക്ക് സാധാരണ എല്ലാവർക്കും പിക്ക് ചെയ്യാൻ പറ്റുന്ന ലക്ഷണങ്ങളാണ്. പിന്നെ അതിൽ എ എന്ന് പറയുന്ന ആംസ്, പ്രധാനമായിട്ടും നമ്മൾ കൈകാലുകൾ ആ സമയത്ത് ഇത് രോഗിക്ക് തന്നെ സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെ ഉള്ളവർക്കും ഇത് നോക്കാവുന്നതാണ്. കൈയോ കാലോ ലിഫ്റ്റ് ചെയ്ത് പൊക്കി വെക്കാൻ പറയുക, താഴോട്ട് പോകുന്നുണ്ടോ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. അത് നമ്മൾ ഈ പറഞ്ഞ എ എന്നുള്ള ലക്ഷണം. പിന്നെ നമ്മൾ പറയുന്ന എസ് എന്ന് പറയുന്ന സ്പീച്ച്, സംസാരത്തിന് എന്തെങ്കിലും കുഴച്ചില്, ഇറലവന്റ് ആവുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോയിന്റിന് പറയാതിരിക്കുക, വാക്കുകൾ കിട്ടാതിരിക്കുക, ഇതെല്ലാം തന്നെ ഒരു സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ട് വരാം. ടി ഫോർ ടൈം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ എത്രയും ഇപ്പൊ നമ്മുടെ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് അറിയാമല്ലോ, എപ്പോഴും ടൈം ബൗണ്ട് ആണ്. ആ ഒരു ഗോൾഡൻ ടൈം എന്ന് പറയുന്ന ഒരു 4.5 hours ആണ്. ആ ഒരു ടൈമിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തണം. അപ്പം നമുക്ക് ഒരു ഇടയ്ക്കൊരു ഹോസ്പിറ്റലിൽ കയറി ടൈം കളയാതെ നമുക്ക് ഇങ്ങനെ വരുമ്പം നമുക്ക് തന്നെ ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് സ്ട്രോക്കിന്റെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഹോസ്പിറ്റലിൽ രോഗിക്ക് തന്നെ എത്താൻ പറ്റും. അങ്ങനെയുള്ളപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നത്. അപ്പൊ പ്രധാനമായിട്ടും കൈകാലുകളുടെ ബലക്കുറവ്, സംസാരത്തിനുള്ള വ്യത്യാസം, മുഖത്തിന്റെ കോടല്, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഉള്ള ഇംബാലൻസ്, പിന്നെ വളരെ റെയർ ആയിട്ട് തലകറക്കമായിട്ട് വരാം. പക്ഷെ അത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റും. തലകറക്കം മാത്രമായിട്ട് ചിലപ്പോൾ തുടങ്ങാം, പിന്നീട് ബാക്കി ലക്ഷണങ്ങൾ വരാം. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം പെരുപ്പായിട്ട് അപൂർവമായിട്ട് വരാം. അത് മാത്രമായിട്ട് ബലക്കുറവില്ല, കയ്യോ കാലിലോ ഒരു സൈഡിൽ മാത്രമായിട്ട് പെരുപ്പ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഒരു സ്ട്രോക്കിന്റെ മൈനർ സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ട് കാണാവുന്നതാണ്. ചിലപ്പോൾ ഇതുപോലുള്ള നിസ്സാരമായുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് നിസ്സാരമായ ഒരു വിരലിലോ രണ്ട് കയ്യിലോ മാത്രമല്ല ഉദ്ദേശിച്ച ഒരു ഫേസ് ഫുള്ളായിട്ട് ഒരു ബോഡി, നമ്മുടെ റൈറ്റ് ഇപ്പം ഒരു സൈഡ് കൈയും കാലും ഒരുമിച്ച് പെരുക്കുക, അതിനോടൊപ്പം മുഖവും പെരുക്കുക, അങ്ങനെയുള്ളപ്പോൾ അത് ചിലപ്പോൾ ഒരു മൈനർ സ്ട്രോക്കിന്റെ ലക്ഷണമായേക്കാം. അപ്പം വെച്ചുകൊണ്ടിരിക്കരുത്. അതെ, എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. ഇതിനകത്ത് നമുക്ക് എപ്പോഴും പ്രശ്നം പറ്റുന്നത് നമ്മൾ രോഗികൾ എത്തുമ്പോൾ പലപ്പോഴും അവർ ലേറ്റ് ആയി പോകും. അപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് 4.5 മണിക്കൂറിനകത്താണെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ത്രോംബോലൈറ്റിക് ട്രീറ്റ്മെന്റ് എന്നുള്ളത്, അത് നമുക്ക് ഈ ടൈം ക്രോസ് ചെയ്താൽ കൊടുക്കാൻ പറ്റാറില്ല. പലപ്പോഴും ഇവര് സംഭവിക്കുന്നത് ഇവര് വീട്ടിൽ BP നോക്കും. BP കൂടിയതാണെന്ന് കരുതി തെറ്റിദ്ധാരണയോടെ ഇരിക്കും. അല്ലെങ്കിൽ BP കുറയ്ക്കാനുള്ള മരുന്നെടുത്ത് അവർ വെയിറ്റ് ചെയ്ത് നോക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഗോൾഡൻ ടൈം അവർക്ക് നഷ്ടമാവും. BP കൂടിയോണ്ട് ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വരില്ല. അതിന് മുന്നേ നമ്മൾ സ്ട്രോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സ്കാൻ ചെയ്ത് തീരുമാനം എടുക്കണം. നമുക്കൊരു ശ്രോതാവ് ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സാറിനോട് ചോദിച്ചോളൂ. സാറേ, ഇത് എന്റെ കൂടെ ജോലി എടുക്കുന്ന ഒരു കൂട്ടുകാരനെ പറയൂ. അപ്പൊ അവനിതുപോലെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു 6 മാസം മുമ്പ്. ഇപ്പൊ അവന് കുറെയൊക്കെ ഭേദമായി. അപ്പൊ അവന് സ്ഥിരമായിട്ട് നമ്മള് ജോലി എടുക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് അവൻ ഈ ഓംപ്ലേറ്റ് കഴിക്കരുത്. ഓംപ്ലേറ്റ് ഇല്ല, കോഴിമുട്ട ഉണ്ടാകും. അപ്പം ഇവനോട് ചോദിക്കാൻ പറയുമ്പോ അമ്മായിയമ്മ ഉണ്ടാക്കി തരുന്നതാണ് രാവിലെ. ഇപ്പം എന്തെങ്കിലും ഈ പുട്ടോ അല്ലെങ്കിൽ ദോശയോ ഒക്കെ ആണെങ്കിൽ അതിലേക്ക് അധികം മുട്ട റോസ്റ്റോ അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോ ഓംപ്ലേറ്റ് അങ്ങനെ കോഴിയൊക്കെ ഉള്ള വിടാം. അപ്പൊ ഇവൻ പറയുന്നത് സ്ട്രോക്ക് വന്നത് ഇവന് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇവനോട് അതല്ലേ എന്റെ സിഗരറ്റ് വലിയ ഉണ്ടോന്ന് പറഞ്ഞിട്ട് അവനത് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പൊ അത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ചെറുങ്ങനായി നാളാണ്ടൊക്കെ എടുത്ത് വലിക്കുകയും ചെയ്തു. അപ്പൊ ഈ സിഗരറ്റ് വലി ആവൂലേ ഈ സ്ട്രോക്കിനൊക്കെ ഒരു കാരണമായിട്ട്? അതെ, നിങ്ങൾ പറഞ്ഞ 100% കറക്റ്റ് ആണ്. അതില് ഈ പറഞ്ഞ ആൾക്ക് എത്ര പ്രായമുണ്ട്? അവന് 54 വയസ്സായി. 54 വയസ്സായി. അപ്പം വേറെ ഇതല്ലാതെ അദ്ദേഹത്തിന് BP, ഷുഗർ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ? BP ഇടയ്ക്ക് ദേഷ്യം പിടിക്കുക, BP കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം കൂട്ടുകാരനല്ല, നിങ്ങൾ പറഞ്ഞതാണ് അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ സ്ട്രോക്കിനായാലും ഹാർട്ടിന്റെ അറ്റാക്കിനായാലും ഏറ്റവും നമ്പർ 1 റിസ്ക് ഫാക്ടർ നമുക്ക് മാറ്റാവുന്ന റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പുകവലി തന്നെയാണ്. കോഴിമുട്ട കഴിച്ചോണ്ടല്ല. അല്ല കോഴിമുട്ട കഴിക്കുന്നോണ്ടല്ല. കോഴിമുട്ട കഴിക്കുന്നോണ്ട് നമുക്ക് വരില്ല. ഈ പറഞ്ഞ കണക്ക് നമ്മളിപ്പം കൊളസ്ട്രോൾ കൂടിയവർക്ക് കൊളസ്ട്രോൾ കൂടിയവർക്ക് നമ്മൾ ആഹാരം ലിമിറ്റ് ചെയ്ത് പറയാറുണ്ട്. എന്നാൽ പോലും നമ്മള് മുട്ടയുടെ എഗ് വൈറ്റ് നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് അത്. ഒരിക്കലും അത് കോഴിമുട്ട വെള്ള കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ജിമ്മ് പോണ പയ്യന്മാരല്ലടാ അങ്ങനെ കഴിക്കുക. ഓംപ്ലേറ്റ്
അല്ല, അത് പ്രോട്ടീൻ റിക്വയർമെന്റ് എല്ലാ ആൾക്കാരിലും ഉണ്ട്. നമുക്ക് അപ്പം നമുക്ക് മുട്ടയാണ് അങ്ങനെ പ്രോട്ടീൻ റിക്വയർമെന്റ് കിട്ടാൻ നല്ലൊരു സോഴ്സ്. അപ്പം മഞ്ഞക്കരു ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കി എഗ് വൈറ്റ് കഴിക്കാവുന്നതാണ്. അതുകൊണ്ടല്ല അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നത്. പുകവലിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. പുകവലിയാകാനാണ് സാധ്യത. ഓക്കെ, വിളിച്ചതിന് നന്ദി സർ. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഇതാരാണ്? ഹലോ, ഞാൻ ഡോക്ടറോട് സംസാരിക്കാൻ. ചോദിച്ചോളൂ. എന്റെ പേര് സച്ചു എന്നാണ്. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സാറേ, ഞാനേ ഒരു BP പേഷ്യന്റ് ആണ്. അപ്പം എനിക്ക് ഈ കൂടെ തലവേദനയും ഇങ്ങനെ ബാലൻസ് പോകുന്നതാണൊക്കെ വരാറുണ്ട്. ടെൽമ 40 2 നേരം കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് എനിക്ക് നെഞ്ചിനൊരു വൈബ്രേഷൻ പോലെ വന്ന് ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഗിരീഷ് ഡോക്ടറെ കണ്ടപ്പം സാറ് ഈ ആസ്പിരിൻ ഗുളിക കഴിക്കാൻ പറഞ്ഞു. പിന്നെ വേദന വരുമ്പോ ഒരു നാക്കിന്റെ അടിയിൽ ഇടാൻ ഒരു ഗുളിക, അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാം. ECG ഒക്കെ എടുത്തായിരുന്നു. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഇതുപോലെ വരികയാണെങ്കിൽ ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ ഈ ചില നേരത്ത് തല പൊട്ടിപ്പോകുന്ന തലവേദന വരാറുണ്ട്. അത്ര ശക്തിയായ തലവേദനയാണോ വരുന്നത്? ശക്തിയായ തലവേദനയാണ്. അത് നെറ്റിയുടെ ഭാഗത്ത് ആണ് നല്ല വേദന വരുന്നത്. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം 45 വയസ്സുണ്ട്. 45 വയസ്സുണ്ട്. അപ്പം ഈ സമയങ്ങളിൽ BP നോക്കുന്നുണ്ടോ? BP കൂടുതലായിട്ട് വല്ലതും കാണിക്കുന്നുണ്ടോ? BP എനിക്ക് 180 വരെയൊക്കെ കാണാറുണ്ട്. ഈ തലവേദന വരുന്ന സമയങ്ങളിൽ അത്ര ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് മറ്റു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ? വേറെ സംസാരം കുഴയുന്ന പോലെയോ കാലുകൾക്ക് വരാറില്ല. ഓക്കെ. തലവേദന നേരത്തെ വരുന്ന ആളാണോ? പണ്ട് വരുന്ന? ഇല്ല, ഇപ്പൊ റീസെന്റ് ആയിട്ടാണോ? അതെ. ഓക്കെ. അപ്പം ഇടയ്ക്ക് വന്ന് പോയി പിന്നെയും വരിക, അങ്ങനെയാണോ ഇത് ഉണ്ടാവുന്നത് നിങ്ങൾക്ക്? അതെ, ചില നേരത്ത് ശക്തമായ തലവേദന വരാറുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ട്രോക്കിനെ കുറിച്ചാണ്. അപ്പം ഒരു സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ട് തോന്നുന്നില്ല. തലവേദന മാത്രം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇത്തരം ഈ ഒരു ഏജിൽ വരുന്ന സമയത്ത് നമ്മളത് ഇവാലുവേഷൻ ആവശ്യമുണ്ട്. അപ്പം BP കൂടി നിൽക്കുന്നത് തന്നെ ചിലപ്പോൾ ഇതിനൊരു കാരണമാകാം. നമ്മൾ ആക്സിലറേറ്റഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സിംറ്റമായിട്ട് ഹെഡേക്ക് നിൽക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ BP കൺട്രോൾ ചെയ്യുക. ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് BP കൺട്രോൾ ചെയ്യുക. BP നോർമൽ ആയിട്ടും തലവേദന ഉണ്ടെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കുക. ഒരു നമുക്ക് കണ്ടതിന് ശേഷം എന്തെങ്കിലും സ്കാൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും വേണോന്നുള്ളത് അത് നമുക്ക് അപ്പം തീരുമാനിക്കാം. വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ സാർ, നമ്മൾ പറഞ്ഞു വന്നത് ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. സാർ, ഇപ്പം പലരും ചോദിക്കുന്നുണ്ടല്ലോ, കോഴിമുട്ട കഴിച്ചിട്ടാണോ, പുകവലിച്ചിട്ടാണോ? അപ്പം സാർ, എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഇതിനുള്ളത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളുണ്ട്, അല്ലാത്തതുമുണ്ട്. ഇപ്പൊ നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ളത് ഇപ്പം പ്രായം. ഒരാളുടെ പ്രായം ചെല്ലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പ്രായം ഒരു ഫാക്ടറാണ്. എത്തിനിസിറ്റി ഒരു ഫാക്ടറാണ്. ഇപ്പൊ ഇന്ത്യൻസിന് പൊതുവെ നമുക്ക് സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ പ്രീഡിസ്പോസ്ഡ് ആണ് കുറച്ച്, നമ്മുടെ റേഷ്യലി തന്നെ. പിന്നെ ആണുങ്ങളിലാണ് കുറച്ചുകൂടെ കൂടുതൽ കാണുന്നത്. ഇത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ളതാണ് കൂടുതലും ഉള്ളത്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, സ്മോക്കിംഗ് ആണ് നമ്പർ 1 കോസ്. അതായത് നമ്മൾ ഇപ്പം സ്ട്രോക്ക് വരുന്നത് തലയുടെ രക്തക്കുഴലിനുള്ളിൽ അടവ് സംഭവിക്കുന്നതാണ്. കൊഴുപ്പടിയുന്നതിനാണ് അത്രോസ്ക്ലിറോസിസ് എന്ന് പറയും. കൊഴുപ്പടിയുക. ഈ കൊഴുപ്പടിയുന്നതിനെ ഒരുപാട് ആക്സിലറേറ്റ് ചെയ്യും സ്മോക്കിംഗ് ആണ് നമ്പർ 1 കോസ്. അറ്റാക്കിനും അത് കണക്ക് തന്നെ സ്ട്രോക്ക് വരുന്നു. നമ്മളിപ്പം രോഗികൾ കാണുന്ന ഒരു റിസ്ക് ഫാക്ടറും ഇല്ലാത്ത ഒരു സ്മോക്കർ മാത്രമായിരിക്കും. ഒരു റിസ്ക് ഫാക്ടറും ഉണ്ടാവില്ല. BP, ഷുഗർ എല്ലാം നോർമൽ ആയിരിക്കും. സ്മോക്കിംഗ് നമ്പർ 1 കോസ് ആണ്. പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ്, ഒബിസിറ്റി, അതുപോലെ തന്നെ അമിത മദ്യപാനം, ഇതെല്ലാം തന്നെ സ്ട്രോക്കിലേക്ക് നയിക്കുന്നതാണ്. ഓക്കെ സാർ, നമുക്ക് ഒരു ശ്രോതാവ് കൂടി ചെയ്യുന്നുണ്ട്. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഈ അമിതമായിട്ട് ഈ ദേഷ്യം വരുന്നവർക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? ഈ ദേഷ്യം പെട്ടെന്ന് വരുന്ന ഹാർട്ട് ബീറ്റ് കൂടുന്നു, ശ്വാസോച്ഛ്വാസം കൂടുന്നു, വിയർക്കുന്നു, അപ്പൊ അവർക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? ആംഗ്രി അറ്റാക്ക് പോലുള്ള? അങ്ങനെ അതൊരു ഡയറക്റ്റ് റിസ്ക് ഫാക്ടർ അല്ല. അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. പക്ഷെ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും. നമ്മൾ ഈ സ്ട്രെസ് ഇല്ലേ, ആ സമയത്ത് നമുക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഇതൊരു ഡയറക്റ്റ് ആയിട്ട് ഭയങ്കര റിസ്ക് ഫാക്ടർ ആയിട്ടൊന്നും പറയാറില്ല. എങ്കിൽ പോലും നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത്, അമിതമായിട്ട് ഇമോഷണൽ ആവുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് റെസ്പോൺസ് ഉണ്ടാവുകയും
സ്ട്രെസ് ഹോർമോൺസ് വരാറുണ്ട്. അപ്പൊ ഇത് സ്ട്രോക്കിന് ഡയറക്റ്റ് കാരണമാവുന്നല്ല, അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയപ്പെടാറുണ്ട് ഈ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് ദേഷ്യം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ശരി സാർ, അപ്പം പല കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം സ്മോക്കിംഗ് ഒരു വലിയൊരു റീസൺ ആണെന്ന് പറഞ്ഞു. വളരെ വലിയൊരു റീസൺ അതാണ്. നമ്മൾ ഒരിക്കലും അതത്ര തിരിച്ചറിയപ്പെടുന്നുണ്ടോ എന്നും നമുക്ക് സംശയമുണ്ട്. പിന്നെ അമിതമായ മദ്യപാനം, മദ്യാസക്തി, പിന്നെ ഡ്രഗ്സിന്റെ ഉപയോഗം, അതും നമ്മൾ വളരെ തിരിച്ചറിയപ്പെടാത്തൊരു സംഭവം. ഡ്രഗ്സിന്റെ ഉപയോഗം ചില പൊട്ടൻഷ്യൽ ഡ്രഗ്സ് ഒക്കെ ഒന്നോ രണ്ടോ ലഹരി വിരുദ്ധ ദിനം കൂടിയാണ്. അതെ. അപ്പം ഡ്രഗ്സിനെ കുറിച്ച് പറയാനുള്ള ഒന്നോ രണ്ടോ ഉപയോഗം പോലും ഒരാളെ പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടാക്കാം. യുവാക്കളിൽ വരുന്ന സ്ട്രോക്ക് നമ്മൾ ആദ്യം ചോദിക്കുന്ന അവരോട് ഡ്രഗ്സ് ഇങ്ങനത്തെ ഇലിസിറ്റ് ഡ്രഗ്സ് എടുത്തോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. അത്രയും കോമൺ ആണത്. അപ്പൊ ഒരു 30 വയസ്സിൽ താഴെ, ഞാനൊരു 20 വയസ്സ് 25 ആ റേഞ്ചിൽ തന്നെ നമ്മൾ സ്ട്രോക്ക് വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളോട് നമ്മൾ അവരോട് ചോദിക്കുന്ന ഈ ഒരു ചോദ്യമാണ്, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഇലിസിറ്റ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പൊ അത് നമ്മള് എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഉപയോഗിക്കാൻ ഇതുള്ള ആൾക്കാരുണ്ട്. അതുപോലും പാടില്ല. കാര്യം നമുക്കിത് ഒറ്റ തവണത്തെ ഉപയോഗം പോലും സ്ട്രോക്ക് രോഗിയോ ഹാർട്ട് അറ്റാക്കോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് ഡ്രഗ്സ് ഉപയോഗം. ഓക്കെ സാർ, അപ്പം നമ്മൾ കാരണങ്ങൾ പറഞ്ഞു സാർ. ഇതിന്റെ ഒരു എങ്ങനെയായിരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? സ്ട്രോക്ക് തന്നെയാണ് ഇത്? ഈ ഒരു മുഖത്തെ ഒരു വ്യത്യാസം ഫാസ്റ്റ് എന്ന് സാർ പറഞ്ഞല്ലോ, അത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ടാണ്. ആദ്യം രോഗിക്ക് ഒരു തിരിച്ചറിവ് വേണം. നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു സെറ്റ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ടും ഒരു CT ബ്രെയിൻ ആണ് ആവശ്യമുള്ളത്. മിനിമൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞാൻ പറഞ്ഞത്. CT ബ്രെയിൻ എടുത്തതിന് ശേഷം നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് നേരത്തെ ഉള്ള ഒരു സ്ട്രോക്ക് ആണ്. ഇപ്പം നമ്മൾ മണിക്കൂറുകൾക്കകം ആയിരിക്കാം ഞാൻ പറഞ്ഞല്ലോ, 4.5 മണിക്കൂറാണ് നമ്മുടെ വിൻഡോ. അപ്പൊ അതിനകം എത്തുന്ന പേഷ്യന്റിന് എത്രയും പെട്ടെന്ന് നമ്മൾ ഡിസിഷൻ എടുക്കണം. അപ്പൊ നമ്മൾ CT എടുത്തിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. CTയിൽ പലപ്പോഴും ക്ലോട്ട് ഉണ്ടാവണമെന്നില്ല. അത് വെച്ചിട്ടല്ല നമ്മൾ തീരുമാനിക്കുന്ന കാര്യം. അത്രയും സമയം CTയിൽ ഏർലി ആയിട്ട് പിക്ക് ചെയ്യില്ല. MRIയിൽ മാത്രമേ നമുക്ക് മിനിറ്റുകൾക്കകം ഉള്ള അറിയാൻ പറ്റൂ. CT എടുക്കുന്നതിന്റെ ഉപയോഗം നമുക്ക് ഇത് പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുക്കാൻ എലിജിബിൾ ആണോ എന്ന് അറിയാനായിട്ടാണ്. ഇത് പ്രധാനമായും നമ്മൾ ക്ലിനിക്കലി നോക്കും. സ്ട്രോക്ക് ഉണ്ടെങ്കിൽ CT എടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞില്ലേ, 2 തരം സ്ട്രോക്ക് ഉണ്ട്, ഇസ്കീമിക്കും ഹെമറാജിക്കും. ബ്ലീഡിംഗ് വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കാൻ പാടില്ല. ബ്ലീഡ് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ CT എടുക്കുന്നത്. CT എടുത്തതിന് ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകും. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹാർട്ടിന്റെ അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ആൻജിയോ എടുക്കും. അതുപോലെ തന്നെ ബ്രെയിനിന്റെ സ്ട്രോക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സംഭവം ആൻജിയോഗ്രാം ആണ്. അപ്പൊ അതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചെറിയ രക്തക്കുഴലിനാണോ വലിയ രക്തക്കുഴലിനാണോ അടവെന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ചെറിയ രക്തക്കുഴലിൽ അടയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ത്രോംബോലൈറ്റിക് ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഭയങ്കര പെട്ടെന്ന് വ്യത്യാസം ഉണ്ടാവും. സപ്പോസ് വലിയ രക്തക്കുഴലിനാണ് അടയുന്നതെങ്കിൽ നമുക്ക് നേരത്തെ എടുക്കാൻ അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റിന് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം ത്രോംബെക്ടമി എന്ന ചികിത്സയുണ്ട്. അപ്പോൾ അത് പക്ഷേ വലിയ രക്തക്കുഴൽ അടയുന്നവർക്ക് നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്താലും ഈ ക്ലോട്ട് അലിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ മെക്കാനിക്കലി ഈ ക്ലോട്ട് റിമൂവ് ചെയ്യും. സെന്റേഴ്സ് കുറവാണ്. കൊല്ലം നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് അടുത്തുള്ളത് ശ്രീചിത്രയും പിന്നെ ട്രിവാൻഡ്രം കിംസിലും ഒക്കെയാണ് 24 hours ഈ ട്രീറ്റ്മെന്റ് ഉള്ളത്. അപ്പൊ അത് സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഇപ്പൊ നമുക്ക് പേഷ്യന്റ് വരുമ്പം വലിയ സ്ട്രോക്ക് ആണെന്ന് നമുക്ക് തന്നെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആൻജിയും കൂടെ ക്ലബ്ബ് ചെയ്യും. അപ്പൊ അതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ അതിന് തന്നെ അറിയാൻ പറ്റും. ഇപ്പം വലിയ രക്തക്കുഴലിലാണ് അടവെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇൻഹൗസ് ഈ ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കും. എന്നിട്ട് പേഷ്യന്റിനോട് സംസാരിച്ചതിന് ശേഷം ഇത് ആവശ്യമുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ സെന്ററിലേക്ക് റെഫർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിപ്പം ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് ത്രോംബെക്ടമി എന്നുള്ളത്. ഇപ്പൊ നമ്മളെ കുറച്ച് മുമ്പേ തന്നെ ഒരു ശ്രോതാവ് വിളിച്ചിരുന്നു, ട്രീറ്റ്മെന്റ് എടുത്ത് റിക്കവർ ആയ സർ, ഇതിന്റെ ഒരു റിക്കവറി റേറ്റ്. അപ്പൊ അത് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോ ഒന്ന് നമ്മുടെ ടൈപ്പ് ഓഫ് സ്ട്രോക്ക്, ഏത് ഭാഗത്താണ് ഉണ്ടായത്, ചെറുതാണോ വലുതാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ സ്ട്രോക്കുകളാണെങ്കിൽ നമുക്ക് റിക്കവറി പെട്ടെന്ന് സംഭവിച്ചേക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഏജ്. ഇപ്പൊ നമ്മള് ഒരു 40 വയസ്സുകാരൻ റിക്കവർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു 80 വയസ്സുള്ള ഒരാൾ റിക്കവർ ചെയ്യും. വലിയൊരു ഫാക്ടറാണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ കോമോപ്സ്, ഡയബറ്റിക് ആണോ, ഹൈപ്പർടെൻസീവ് ആണോ, മൊത്തത്തിലുള്ള കാര്യങ്ങൾ. റിക്കവറി യൂഷ്വലി ഒന്ന് നമ്മൾ ഉണ്ടായ ഇൻസൾട്ട് നമ്മൾ എന്ത് ചികിത്സ എടുത്തു. ഇപ്പൊ ഇമ്മീഡിയറ്റ് ചികിത്സ എടുക്കാൻ പറ്റിയൊരു രോഗിക്ക് പെട്ടെന്ന് റിക്കവറി ഉണ്ടാവും. നമ്മളിപ്പോ ത്രോംബലൈസ് ചെയ്തൊരു പേഷ്യന്റ് ആണെങ്കിൽ ചെറിയ ഡിഫക്റ്റ് മാറ്റം കാണാതെ നിൽക്കത്തുള്ളൂ. ചിലർക്ക് ബാക്കിയുള്ളവർക്ക് കംപ്ലീറ്റ് റിക്കവറി തന്നെ വരാറുണ്ട്. വളരെ ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വരാറുണ്ട്. പിന്നെ അല്ലാത്ത കാറ്റഗറി ഇപ്പൊ ഇത് കഴിഞ്ഞു വരുന്നവരാണ്, ഇപ്പൊ വലിയ രക്തക്കുഴലിൽ അടഞ്ഞിട്ടുള്ള ആളാണ്, പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക്
പോസ്റ്റ് സ്ട്രോക്ക് റിക്കവറി ഒരുപാട് സമയമെടുക്കും. നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. ഹോസ്പിറ്റലിൽ മാത്രമല്ല, വീട്ടിൽ ചെന്നിട്ട് ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം വേണം. ബെഡ് സോഴ്സ് ഉണ്ടാവാതെ നോക്കണം, ഇൻഫെക്ഷൻസ് വരാതെ നോക്കണം. പിന്നെ ഫിസിയോതെറാപ്പിയാണ് റീഹാബിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. മെഡിസിൻസ് പ്ലസ് ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പൊ അതിലെ റിക്കവറി നമുക്ക് അങ്ങനെ കൃത്യം പറയാൻ ബുദ്ധിമുട്ടാണ്. ഏജും ഈ പറഞ്ഞ ഉണ്ടായ സ്ട്രോക്കുമാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക്. പിന്നെ നമ്മൾ എന്ത് ചികിത്സ എടുത്തു, ഇത് മൂന്നും വളരെ അധികം റിക്കവറിയെ നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ആൾക്കാരിൽ റിക്കവറി ഉണ്ടാവുന്നത്. ചിലപ്പം ഇത് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും? അത് നല്ലൊരു ചോദ്യമാണ്. അതാണ് ഏറ്റവും ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ സ്ട്രോക്ക് എന്നുള്ള രോഗം എപ്പോഴും നമ്മൾ വരാതെ നോക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പം അതിന് നമുക്ക് ബേസിക്കലി ഉള്ളത് ഈ റിസ്ക് ഫാക്ടർ കൺട്രോൾ ആണ്. നമുക്ക് തന്നെ അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ മോഡിഫൈബിൾ ആയിട്ട് റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യുക, ആൽക്കഹോൾ ഇൻടേക്ക്. നമുക്കൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. ചോദിക്കൂ. ഹലോ, നമസ്കാരം. നമസ്കാരം. സാറേ, ഞാനൊരു 8 വർഷമായി ഡിസ്കിന്റെ പ്രശ്നമുണ്ട്. ഡിസ്ക് L4 L5. അപ്പൊ അത് ബഡ്ജിങ് ആയിരുന്നു. അപ്പൊ അതിന്റെ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞുണ്ട്. ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പൊ ശാശ്വത പരിഹാരം ആയിട്ടില്ല. ഇതിപ്പം ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ മാറും, പിന്നെ വീണ്ടും വരും. പ്രധാനമായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇങ്ങനെ പോവുക. ഈ അടുത്ത ഒരു 5-6 മാസത്തിനുള്ളില് ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങ് ഭയങ്കരമായ തലവേദന വരും. ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തലവേദനയാ. തലവേദന വന്നിട്ട് ഞാൻ ബിസിനസ് ചെയ്യുക. അപ്പൊ വൈകുന്നേര സമയങ്ങളില് ഹോട്ടലാണ്. വൈകുന്നേര സമയങ്ങളില് സംസാരം ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് കുഴയുന്ന കണക്കില്ല. അങ്ങനൊരു ചില സമയത്തേ ഉള്ളു, എപ്പോഴും ഇല്ല. ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ, അതായത് കടയിൽ നല്ല തിരക്കൊക്കെ ഉള്ള സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നാക്ക് കുഴയില്ല, വെള്ളം അടിച്ചൊരാണക്കാവും. ഇങ്ങനെ എത്ര തവണ ഉണ്ടായിട്ടുണ്ടാവും? ഇപ്പൊ ഒരു 6 മാസത്തോളമായിട്ട് ഇതിന്റെ പ്രശ്നമുണ്ട്. അപ്പം ഈ സംസാരം കുഴയുന്ന പോലെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടോ? സംസാരം കുഴയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുണ്ട് സാറേ. അതായത് പിന്നെ ഇപ്പൊ ഒരു 5-6 പ്രാവശ്യത്തിൽ കൂടുതലായി. തലവേദന എന്ന് പറഞ്ഞാല് തല നമുക്കങ്ങ് കടയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടൊക്കെ അങ്ങ് തലവേദന പോകും. ആ ഒരു തലവേദന വരുന്ന ആളാണോ? അല്ലല്ല, മുമ്പ് തലവേദന വന്നിട്ടൊന്നുമില്ല. അങ്ങനെ തലവേദന ഒന്നുമില്ലായിരുന്നു. ശരി. ഇപ്പം ഞാൻ പറഞ്ഞ അവസാനം പറഞ്ഞ 2 കാരണങ്ങളാണ് നമുക്കിപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ സ്ട്രോക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ 2 സിംറ്റംസും കുറച്ച് അലാമിംഗ് ആണ്. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളൊരു ന്യൂറോളജി ഒപ്പീനിയൻ നിങ്ങൾ ഡയറക്റ്റ് എടുക്കണം. കാര്യം ENT ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ENT ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സാറിന്റെ അവിടെ പോയിട്ട്. അപ്പൊ അന്നേരം എന്നെ CT സ്കാൻ എടുത്തിട്ട് നോക്കി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞൊരു 10 ദിവസത്തെ ഗുളിക അന്ന് വിട്ടായിരുന്നു. അങ്ങനെ ആ ഗുളിക ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ തലവേദന വരുമ്പോ സമയത്ത് ഞാൻ അതൊരെണ്ണം എടുത്ത് കഴിക്കും. അങ്ങ് വേദന മാറും. വീണ്ടും ഈ അടുത്ത സമയത്ത് വീണ്ടും ഒരു പനി വന്ന സമയത്ത് എനിക്ക് ഇതിനൊക്കെ വീണ്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്ന് ഞാൻ അങ്ങനെ പ്രകാശ് സാറിനെ കൊണ്ട് കാണിച്ചായിരുന്നു ബെൻസീർ ഹോസ്പിറ്റലിൽ. അപ്പൊ സാറും എന്നെ കൊണ്ട് CT എടുപ്പിച്ചു. സാറും പറയുന്നത് ഇതിനകത്ത് പ്രശ്നങ്ങളായിട്ടൊന്നും കാണുന്നില്ല. അപ്പം സാർ നിനക്ക് കാര്യങ്ങളെല്ലാം, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതിനകത്ത്. അപ്പൊ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ഈ നരമ്പിനെ അമർത്തുന്ന പ്രശ്നമുണ്ട് ഈ ഡിസ്കിന്റെ. അതിന്റെ ഇതുമായിട്ട് വല്ല ബന്ധവും വരുമോ? അത് ഇതുമായിട്ട് ബന്ധമില്ല. അത് നിങ്ങളുടെ ഇപ്പൊ L4 L5 അല്ല നിങ്ങൾ പറഞ്ഞ അതിന്റെ ഡിസ്കിന്റെ പ്രശ്നം ഒരിക്കലും നമുക്ക് തലവേദനയായിട്ടോ ഈ സംസാരം കുഴച്ചിലായിട്ടോ വരില്ല. അത് തലയിലോട്ടുള്ള നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ആക്ച്വലി ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സംസാരത്തിന് ചെറിയ കുഴച്ചിൽ വരുന്നു എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ എപ്പോഴും നോക്കണം. നമുക്ക് സ്ട്രോക്കിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ വാർണിംഗ് പോലെ ഇത് കണക്ക് ഒരു ട്രാൻസിയന്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ഇതുപോലെ സംസാരം കുഴച്ചിൽ വരാം, തളർച്ച വരാം. തന്നെ ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. അതായത് സ്കാൻ 2 ദിവസം മുന്നേ സാറേ ഞാനേ നമ്മള് മദ്യപിച്ചിട്ട് നിൽക്കുന്നവരെ, ഞാൻ മദ്യപിക്കുന്നൊന്നുമല്ല, മദ്യപിച്ച് നിൽക്കുന്ന നമുക്കൊരു തലയ്ക്കൊരു വെളിവില്ല. എങ്ങനെ നമ്മളങ്ങനെ കടയിൽ നിൽക്കുന്നെങ്കിലും എനിക്കൊരു വെളിവില്ല. അങ്ങനെ മൊത്തത്തിലൊരു വെളിവില്ലാത്ത പോലൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ ഇന്നലെ ഞാൻ സാറിനെ പോയി കണ്ട്. അപ്പൊ ഇന്നലെ സാർ അന്നേരം ഒരു ടാബ്ലറ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു വിട്ടു. പക്ഷെ തലപെരുപ്പും തലവേദനയും എനിക്ക് ഈ മാറുന്നതേ ഇല്ല. അപ്പം ഇതില് നമുക്ക് ബേസിക്കലി നിങ്ങൾ ഓൾറെഡി ഒരു തവണ CT എടുത്തപ്പോൾ CT നിങ്ങൾ പറയുന്ന വെച്ചിട്ട് നോർമലാണ്.
അപ്പം ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. നേരത്തെ തലവേദന വരാതെ പുതിയതായിട്ടാണ് തലവേദന വന്നിരിക്കുന്നത്. പിന്നെ സംസാരം ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു എന്ന് പറഞ്ഞത്, അത് നമുക്ക് മാറ്റം ഇല്ലാതിരിക്കുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതായത് സ്കാനും കാര്യങ്ങളും ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ നിങ്ങളെ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ ബോധ്യപ്പെടുത്തുള്ളൂ. അപ്പൊ ഇതിൽ ഡിസ്കിന്റെ പ്രോബ്ലം കൊണ്ടല്ല ഇത് വന്നിരിക്കുന്നത്, അത് വേറെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇവാലുവേഷൻ ആവശ്യമായി തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പൊ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യൂ, സാറിനെ തന്നെ ഫോളോ അപ്പ് ചെയ്യൂ. പിന്നെ നമുക്ക് കുറവില്ലെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ സാറ് തന്നെ സജസ്റ്റ് ചെയ്തോളൂ. മതി, നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്ന ഡോക്ടറെ തന്നെ തുടർന്ന് കാണിക്കുക. നമുക്ക് സിംറ്റംസ് കുറവില്ല, ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ തന്നെ തുടർന്ന് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും നിർദ്ദേശം തരും. വിളിക്കുന്ന സമയത്ത് തലവെരുപ്പുണ്ട്, വലത്തെ സൈഡിൽ പെരുപ്പാണ്, തലയൊക്കെ ഒരു ആ നെറ്റിയുടെ ആ ഭാഗത്ത് അത് പെരുപ്പുണ്ട്. BP ഷുഗർ ഒക്കെ ഉള്ള ആളാണോ? ഒന്നും. ഇപ്പൊ എത്ര വയസ്സ് എത്രയാണ്? 42. അത് നോക്കാം, ചിലപ്പം ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, മൈഗ്രെയിൻ ടൈപ്പ് ആയിട്ടുള്ള ഹെഡേക്കും ആകാം, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഒരു തവണ അത് നമ്മൾ നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, അതിന് നമുക്കിപ്പം ഇപ്പൊ നമ്മൾ CT ആണ് എടുത്തത്, നമുക്കത് ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആൻജിയോ എന്നുള്ളത്, അതായത് രക്തക്കുഴലുകളുടെ ഇതും കൂടെ സ്കാനും കൂടെ എടുത്ത് നോക്കണം, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ അത് അപ്രോച്ച് ചെയ്ത് നോക്കണം അത്. അപ്പം ഇപ്പൊ തൽക്കാലം നിങ്ങളെ ഫോളോ അപ്പ് മുടക്കണ്ട. ഇത് ഈ സിംറ്റം കൂടെ ഉണ്ടായത് കൊണ്ട് കറക്റ്റ് ആ ഒരു നിർദ്ദേശപ്രകാരം പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വിളിച്ചതിന് സാർ നമ്മൾ പറഞ്ഞു വന്നത് പ്രിക്കോഷൻ വരാതിരിക്കാൻ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത്? അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രിവെൻഷൻ എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഇപ്പം നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡിഫൈബിൾ ഫാക്ടേഴ്സ് ആണ് ഞാൻ പറഞ്ഞ അഡിക്ഷൻസ്, നമുക്കുള്ള അഡിക്ഷൻസ്. പിന്നെ വ്യായാമം നമ്മൾ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു അരമണിക്കൂർ ഒരു 5 ദിവസം ആഴ്ചയിൽ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. അതും മോഡറേറ്റ് ആക്ടിവിറ്റി, ചെറിയ നടത്തം തന്നെ, വീടിന് ചുറ്റുമുള്ള നടത്തം പോലും ധാരാളമാണ്. അത് നമുക്ക് വലിയൊരു ഇമ്പാക്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമുക്കിത് വരാതിരിക്കാനും ചെയ്യും. 30% ആണ് അതിന്റെ ഒരു മോഡറേറ്റ് എക്സസൈസ് കൊണ്ടുള്ള റിഡക്ഷൻ പറയുന്നത്. സ്ട്രോക്ക് മാത്രമല്ല, മൊത്തത്തിൽ ഉണ്ടാവുന്ന വാസ്കുലർ എല്ലാ മോർട്ടാലിറ്റിയും. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒബ്വിയസ്ലി വെയിറ്റ് റിഡക്ഷൻ, ഡയറ്റിൽ നമ്മൾ യൂഷ്വലി പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അങ്ങനത്തെ ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് പ്രോഡക്ട്സ് ഒഴിവാക്കുക. ബേസിക്കലി റെഡ് മീറ്റിന്റെ അളവ്, ഒരുപാട് ഓയിലി ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പിന്നെ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഗ്ഗിന്റെ കാര്യം. പക്ഷെ എഗ്ഗ് നമ്മൾ കുറച്ച് ഓവർ റിയാക്ട് ചെയ്യുന്നതാണ്. എഗ്ഗിന്റെ പലപ്പോഴും നമുക്ക് ഒരു ദിവസം ഒരു മഞ്ഞക്കരു കഴിക്കുന്നത് വലിയ കൊളസ്ട്രോൾ കൂട്ടുകയൊന്നുമില്ല. ഒരു എഗ് വൈറ്റ് ഹോൾ എഗ്ഗ് കഴിക്കാവുന്നതാണ്. പിന്നത്തെ നമുക്ക് എഗ് വൈറ്റ് ആണെങ്കിൽ അത് ഡിപ്പെൻഡിങ് ഉണ്ട്, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഒരു ഫുൾ എഗ് ആയാലും ഒരു എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കൊളസ്ട്രോൾ ക്രമാതീതമായി കൂടുകയോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയോ ചെയ്യില്ല. അപ്പം ഇത്രയും ഫാക്ടേഴ്സ് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ അങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് റെഗുലർലി നമ്മുടെ പ്രൈമറി കോണ്ടാക്ട് ചെയ്യുന്ന ഫിസിഷ്യൻ വഴി റെഗുലർ ഫോളോ അപ്പ് ചെയ്ത് അത് നോർമൽ വാല്യൂസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നമുക്ക് പിന്നെ പ്രിവെൻഷന് ബേസിക്കലി ഇങ്ങനെയാണ്. പിന്നെ ഓൾറെഡി ഒരു സ്ട്രോക്ക് വന്ന ഒരാൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അറ്റാക്ക് വന്ന ആൾക്കും സ്ട്രോക്കിന് റിസ്ക് ആണ് പിന്നെ ഉണ്ടാവാൻ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മെഡിസിൻ കാണും. നേരത്തെ ഒരു ശ്രോതാവ് വിളിച്ച് പറഞ്ഞിരുന്നു, അവർ 3 വർഷമായി കഴിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വരാതിരിക്കാനുള്ള മെഡിസിൻ ഒരു കാരണവശാലും മുടക്കരുത്. അൺലെസ് എന്തെങ്കിലും ഇൻഡിക്കേഷൻ വരണം. ഇപ്പൊ ഒരു സർജറി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കാറ്ററാക്ട് സർജറി ചെയ്യുന്നു, അങ്ങനെയുള്ളപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവർക്കത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. വന്ന ഒരാൾക്ക് വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. അത് വളരെ കൂടുതലാണ്. അത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഡിപ്പെൻസ് ടൈം ഇതാണ്. നമ്മളിപ്പം ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കിലോ 3 വീക്സിലോ അപ്പോൾ ഉള്ള റിസ്ക് അല്ല, ഒരു വർഷം കഴിയുമ്പോൾ. അപ്പം പക്ഷെ എന്നാലും നമ്മുടെ ഫുൾ ലൈഫ് സ്പാനിൽ ആ ഒരു ചെറിയ റിസ്ക് എപ്പോഴും നിലനിൽക്കും. അപ്പം ഒരു മെഡിസിൻ എന്തായാലും ചെറിയ രീതിയിലെങ്കിലും തുടരുന്നതും ഫോളോ അപ്പും ആണ് ആവശ്യം. പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതിനൊപ്പം ഇവരെ ശ്രദ്ധിക്കുന്ന വീട്ടിൽ നോക്കുന്നവർ ബൈസ്റ്റാൻഡർ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്തെല്ലാം അത് വളരെ പ്രധാനമാണ്. നമുക്കിപ്പം ഒരു സ്ട്രോക്ക് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഫിസിക്കലി മാത്രമല്ല മനസ്സിന്റെ എല്ലാ സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പം ഒരു പോസ്റ്റ് സ്ട്രോക്ക് ആയിട്ട് നമുക്ക് ഡിപ്രഷൻ ഓൾറെഡി ഉണ്ടാവും, പേഷ്യൻസിന് തന്നെ വരാം. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
പ്രൈമറി കെയർ ഗീവറെ സംബന്ധിച്ചോളം അവര് ഒന്ന് ഇവരുടെ കോൺഫിഡൻസ് അല്ലെ മൊറയിൽ ഒരിക്കലും ഇതാക്കരുത്, ഇംപ്രൂവ് ചെയ്യുന്നുള്ള പ്രതീക്ഷ കൊടുക്കുക. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റുകൾ, നമുക്കിപ്പം ഫിസിയോതെറാപ്പി, നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിന് തന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അത് കൂടെ നിൽക്കുന്ന കെയർ ഗീവറിന് എപ്പോഴും എല്ലാ ജോയിന്റ്സും മടക്കി നിവർത്തി കൊടുക്കാം. ഫ്രീക്വന്റ് ആയിട്ട് ഇവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് പേഷ്യന്റ് ആംബുലന്റ് ആണെങ്കിൽ അവരെ നടത്തിക്കുക, ചുറ്റും ബാക്കിയുള്ള വെളിയിലോട്ട് കൊണ്ടുപോവുക. നമുക്ക് എപ്പോഴും കിടക്കുമ്പോഴാണ് രോഗത്തിനുള്ള കോംപ്ലിക്കേഷൻസ് കൂടുക. അപ്പം കിടപ്പ് ഒരു രീതിയിൽ കിടത്തി മാത്രമായിട്ടുള്ള ആ രീതിയിൽ പോകരുത്. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആൾക്കാരുണ്ട്, അല്ലെ പേഷ്യന്റ് കുറച്ച് മൊബിലൈസ്ഡ് ആയി തുടങ്ങുമ്പോഴേ തന്നെ കൂടുതൽ ആക്റ്റീവ് ആക്കുക, വീടിന്റെ ചുറ്റും നടത്തിക്കുക, കൊണ്ടുവരിക. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഫ്രീക്വന്റ് ആയിട്ട് പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കിടപ്പ് രോഗിയാണെങ്കിൽ ഒരേ പൊസിഷനിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് സോഴ്സ് കാര്യങ്ങൾ വരും. അപ്പൊ എപ്പോഴും പൊസിഷൻ ചരിച്ചും നിവർത്തിയും കിടത്തുക, ഇരുത്തുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. സാറിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇതുവരെ നമ്മോട് സംസാരിച്ചത് കുട്ടിയം കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഹരീഷ്ണ സാറാണ്. താങ്ക് യു സർ. താങ്ക് യു.